ലാലേട്ടനെ കുറച്ച് ഡൗൺ ആയ നിമിഷങ്ങളായിരുന്നു ഈ ഇടയ്ക്ക് മുമ്പ് പടങ്ങൾ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു കുതിച്ചു ചാട്ടം. കാര്യം സിദ്ദിഖ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ട്രിവാൻഡ്രം സിറ്റിയൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ അപ്പോഴാണ് ആൾക്കാർ അന്വേഷണം അറിയണത് ലാലേട്ടൻ്റെ സൂപ്പർ സ്റ്റാർ മൂവിയായ എൻ്റെ മറ്റേതാണ് രാജാവിൻ്റെ മകൻ ഇറങ്ങി ട്രിവാൻഡ്രം സിറ്റിയും എല്ലായിടത്തും ഫുള്ളായി പോയി. ഫാൻസുകാർക്ക് പോലും കുറവൊക്കെ ടിക്കറ്റ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇപ്പം പടം കഴിഞ്ഞ് അടുത്ത ഷോയ്ക്ക് കയറാൻ ടിക്കറ്റ് വേണ്ടി ഒരാഴ്ചയ്ക്ക് ഫുള്ളാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു സാധാരണ ഒരു ഇൻ്റർനാഷണൽ സിനിമയെ കാണൂലേ, ആ ഒരു പ്രതീതിയാണ് നമ്മൾ സിനിമ കണ്ടിറങ്ങുക. കാര്യം നമ്മളെ മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒന്ന് ചിന്തിച്ചു പോയി. കാര്യം പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞൊക്കെ നമ്മൾ ചിന്തിച്ചു പോയി. കാര്യം ലാലേട്ടൻ വന്നിറങ്ങുന്ന ഓരോ സീനെന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ഈ ഇംഗ്ലീഷ് സിനിമയിലെ നടന്മാരൊക്കെ വന്നിറങ്ങുന്ന പോലത്തെ ഒരു പ്രതീതിയിലാണ് ഈ പടത്തിലുള്ളത്. കാര്യം ഒരു യഥാർത്ഥത്തിലൊരു സംവിധായകന് ഒരു നടനോടുള്ള ആരാധന എന്താണെന്ന് ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. കാര്യം ലാലേട്ടൻ എന്നുള്ള ഒരു നടനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ഈ പടത്തിൽ പൃഥ്വിരാജ് എന്നുള്ള സംവിധായകൻ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പടം കണ്ടിറങ്ങി ലാലേട്ടൻ്റെ ഓരോ സീൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം വരും. അങ്ങനത്തെ സീൻസാണ്. മലയാളി ഓഡിയൻസിനെ വിട്ട് മറ്റു ഓഡിയൻസിന് എങ്ങനെ ഇഷ്ടപ്പെടുമായിരിക്കും? തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യം ഇതിൽ ഈ നമ്മളിപ്പോൾ നമ്മൾ എന്തിറങ്ങിയാലും വിവാദം ഉണ്ടാകുന്ന ഒരു നാടും കൂടെയാണല്ലോ നമ്മൾ ഈ പടം ഓവർ എക്സ്പെക്ടേഷനാണ്, ഓവർ ഹൈപ്പ് കൊടുക്കണം എന്തിനാണെന്ന് കേട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് എന്തിനാണ് കൊടുക്കണമെന്ന് ഈ പടം ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി. എന്തിനാണ് ഈ ഓവർ ഹൈപ്പ് കൊടുക്കണമെന്ന് ഈ പടം കണ്ടിറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി. കാര്യം അന്ന് കുറേ വിവാദമുണ്ട്. എന്തിനാണ് കുറേ പേര് ഇങ്ങനെ വിമർശിച്ചു, എന്തിനാണ് ഈ പടത്തിന് ഇങ്ങനെ ഓവർ ഹൈപ്പ് കൊടുക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ പടം കണ്ടിറങ്ങിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ഹൈപ്പ് കൊടുത്തത്. കാര്യം മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ പ്രതീക്ഷിക്കുക വേണ്ട. കാര്യം ഒരു വേറെ ലെവലാണ്. നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരുന്നതാണ് നമ്മൾ KGF അല്ലെങ്കിൽ ഈ പേരൊക്കെയാണ് നമ്മൾ മലയാളികൾ പോലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമകൾ വലിയ വാനോളം പോയെത്തിക്കൊണ്ടത്. പക്ഷേ ഇനി അത് മാറും. ഇതുപോലുള്ള സിനിമകൾ മലയാള സിനിമയിൽ ഇറങ്ങുമെന്നുള്ളത് പൃഥ്വിരാജ് എന്നുള്ള സംവിധായകൻ തെളിയിച്ചിട്ടുണ്ട്. പടം ഇന്റർനാഷണൽ ലെവൽ പടം. നമ്മുടെ ആ തുടക്കം മുതൽ തീരുന്നവരെ കണ്ട ലെവൽ അത് ഇപ്പോഴും ആ ഫോമിൽ നിൽക്കുകയാണ്. രോമാഞ്ചം മാറില്ല. അത്ര ലെവൽ പടമായിരുന്നു. അത്ര സൂപ്പറായിരുന്നു. BGM എല്ലാം. ലാലേട്ടനെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. കാര്യം ലാലേട്ടനെ യൂസ് ചെയ്യാൻ അറിയാന്നുള്ളവർക്ക് ഇങ്ങനെ പറ്റുള്ളൂ. കാര്യം ലാലേട്ടനെ ഫുൾ പൊട്ടൻഷ്യൽ ഇതിലെടുത്തിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഫാൻ ബോയ് സംഭവമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഉറപ്പായിട്ടും. കാര്യം ലാലേട്ടൻ അത്രയും ഡൈഹാർഡ് ഫാൻസിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ലാലേട്ടൻ അത്ര യൂസ് ചെയ്തിരിക്കല്ലേ. ഇതിൽ കൂടുതൽ ഇനി ആരും യൂസ് ചെയ്യാനില്ല. അത്രയും കിടലായിട്ട് എടുത്തിട്ടുണ്ട്. മൂന്നാം പാട്ടിലേക്ക് കട്ട വെയിറ്റിംഗ് ആണ്. അടുത്ത ദൂരം നമ്മൾ നടന്ന് നീങ്ങുകയാണ്. സസ്പെൻസ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കുറെ സസ്പെൻസ് ക്യാരക്ടറൊക്കെ ഉണ്ട്. അത് പടം കണ്ടാൽ മനസ്സിലാവും. അത്രയും കിടലാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുമ്പങ്ങ് പോകും. ഇതൊരു നമ്മൾ ഇന്ത്യയിലൊക്കെ പാൻ ഇന്ത്യൻ ലെവൽ ആയി കഴിഞ്ഞല്ലോ. അതല്ലേ ഇത്രയും നാൾ ബുക്ക് മൈ ഷോ വരെ ആലോചിച്ച് നോക്കുക. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബുക്ക് മൈ ഷോയ്ക്ക് സെർവർ വരെ അടിച്ചു പോകുന്നത്. അല്ല, ഇതിപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്ത് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങൾ സൗത്ത് ഇന്ത്യ വിട്ടിട്ട് നമ്മൾ നോർത്തിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പോകും. കാര്യം അത്രയും രീതിയിൽ. കാര്യം സ്റ്റാർട്ടിങ് കുറച്ച് ഹിന്ദി രീതിയിലാണ് ആദ്യം പോർഷൻ വരണം. ഒരു 20 മിനിറ്റ് ഹിന്ദിയാണ്. അത് കഴിഞ്ഞിട്ടാണ് മലയാളത്തിൽ കിടക്കുന്നത് തന്നെ. ആ രീതിയിൽ ഉള്ള ഇന്റർനാഷണൽ ലെവലിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സൗത്ത് ഇന്ത്യയിലും എല്ലായിടത്തും നല്ല രീതിയിലുള്ള നല്ല കണക്റ്റാവും. മൊത്തത്തിൽ കണക്റ്റാവും. എന്താ പറയാ, വീണ്ടും കാണുന്ന നെഞ്ചു പിരിച്ച് ഇറങ്ങി വരാം. ലാലേട്ടനെ കുറച്ച് ഡൗൺ ആയ നിമിഷങ്ങളായിരുന്നു ഈ ഇടയ്ക്ക് മുമ്പ് പടങ്ങൾ. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു കുതിച്ചു ചാട്ടം. കാര്യം സിദ്ദിഖ് പറഞ്ഞ പോലെ ഒരു 100 പടം പൊട്ടിയാലും നമുക്ക് ഒരൊറ്റ പടം മതി. ആ ഒരു ഉദാഹരണമല്ലേ ഇപ്പോൾ ഒരു മാസം ഒരു ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ട് മിനിറ്റുകൾക്കല്ലേ തിയേറ്റർ ഫുള്ളായിപ്പോയത്. തിയേറ്ററുകാരുടെ ഉത്സവം തുടങ്ങി ഇന്ന് മുതൽ തുടങ്ങിയതാണ് തിയേറ്ററുകാർ തന്നെ പറയുന്നത്. അത്രയ്ക്കും ഹെവി സാധനം. ഇനിയിപ്പം ഇതിന്റെ പിന്നാലെ തുടരും വരുന്നുണ്ട്. നല്ല കിട്ടില്ല. വേറൊരു ടൈപ്പ് പടം. ഈ അഭിനയ സാധ്യതയുള്ള പടമായിരിക്കും. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത് ട്രിവാൻഡ്രം സിറ്റിയൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ അപ്പോഴാണ് ആൾക്കാർ അന്വേഷണം അറിയണത് ലാലേട്ടൻ്റെ സൂപ്പർ സ്റ്റാർ മൂവിയായ എൻ്റെ മറ്റേതാണ് രാജാവിൻ്റെ മകൻ ഇറങ്ങി ട്രിവാൻഡ്രം സിറ്റിയും എല്ലായിടത്തും ഫുള്ളായി പോയി. അതിനേക്കാളും മേളായി ഇത് ആൾത്തിരക്കും ബഹളവും. ഒരു സമയത്ത് ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഫുൾ ബ്ലോക്കും ഫുൾ പോലീസും. നമ്മളിന്ന് വെളുപ്പിന് 3 മണിക്ക് വന്നവരാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കും. നമ്മൾ അത്രയും ഒരു മനസ്സറിഞ്ഞ് നമ്മുടെ സന്തോഷമാണ്. കാര്യം എത്രയും ലാലേട്ടനെ കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ കിട്ടണം. ഒരു ഷോ മാത്രമേ കാണുന്നുള്ളൂ.
ടിക്കറ്റ് ഇല്ലല്ലോ. ടിക്കറ്റില്ല, ഒരാഴ്ചത്തേക്ക് നമുക്ക് ഫാൻസുകാർക്ക് പോലും കുറവൊക്കെ ടിക്കറ്റ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇപ്പം പടം കഴിഞ്ഞ് അടുത്ത ഷോ കയറാൻ ടിക്കറ്റ് വേണ്ടി ഒരാഴ്ചത്തേക്ക് ഫുള്ളാണ്. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഉറപ്പായിട്ടും കാണും. നമ്മൾ ഫാൻ ഷോ, നമ്മൾ പടം ഫാൻ ഷോ നമ്മൾ അടിച്ചു പൊളിക്കാനുള്ളതാണ് ഫാൻ ഷോ. അത് നമ്മൾ ലാലേട്ടൻ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുകയാണ്. അത് ലാലേട്ടൻ്റെ ഈ പടത്തോടെ നമുക്ക് തന്നിട്ടുണ്ട് ഫാൻസുകാർക്ക്. ഈ പടം അത്രമാത്രം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പടത്തിൽ തന്നിട്ടുണ്ട്. ഞാൻ അടുത്ത നമ്മൾ ഫാമിലിയിലേക്ക് കിട്ടില്ലായിട്ട് ഒന്നുകൂടെ കാണണം. അതെന്തായാലും ഇനി ഈ ആഴ്ച നടക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ.